വായില് കപ്പല് പിടിക്കാനുള്ള വെള്ളം വരുന്നില്ലേ? പരിഹാരം ഉണ്ടാക്കാ. ഇമ്മക്കിന്നേ നല്ല ബീഫ് അച്ചാർ ഉണ്ടാക്കിയാലോ? ആ പൂതി അങ്ങോട്ട് തീർക്കാനേ. അപ്പൊ എന്നാ തുടങ്ങല്ലേ? ആദ്യം തന്നെ കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്ത് ബീഫില് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പണി തുടങ്ങിയാലോ? ചട്ടി ചൂടായി വരുമ്പോ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. ഞാൻ ബീഫും മീനൊക്കെ പൊരിക്കണത് സൺഫ്ലവർ ഓയിലിലാ. എണ്ണ നല്ലോണം ചൂടാവുമ്പോ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് നല്ലോണം ബ്രൗൺ കളർ ആവുന്ന വരെയും ഫ്രൈ ചെയ്യണം കേട്ടോ. അധികം ഫ്രൈ ആയില്ലേ അച്ചാർ പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത്രയും ഫ്രൈ ആയി കിട്ടണം. ഇനി നമുക്ക് അച്ചാറിന്റെ മസാല ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഇതെന്താ അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞിരിക്കണേന്നാവില്ലേ ചിന്തിക്കണേ? ഇതുപോലെ അരിഞ്ഞ അച്ചാറിലിട്ടാലേ ആ മസാലയൊക്കെ വെളുത്തുള്ളിയിലേക്കൊക്കെ പിടിച്ച് എന്റെ സാറേ ആ ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പറ്റിക്കാൻ പറയല്ല കേട്ടോ. നല്ല രസാണ് ഇങ്ങനെ പെറുക്കി കഴിക്കാം. മസാല ഉണ്ടാക്കാനായി ആദ്യം ഒഴിച്ചു കൊടുക്കണതേ നല്ലെണ്ണയാണേ. അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച ബീഫിന്റെ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോ കുറച്ച് ഉലുവയും, അത് മൂക്കുമ്പോ കുറച്ച് കടുകും, അതും മൂക്കുമ്പോ നമ്മുടെ മെയിൻ അതിഥികളായ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ആ പച്ചമണം മാറുന്ന വരെയും വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അച്ചാർ പൊടി, കാശ്മീരി മുളക് പൊടി, കായംപൊടി ഇത്രയും പൊടികൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പൊടികളുടെയൊക്കെ ആ പച്ചമണം മാറണ വരെയും വഴറ്റി കൊടുക്കണം കേട്ടോ. ഇച്ചിരി നേരം ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ കുറച്ചുകൂടി നല്ലത്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റി കൊടുത്തോണ്ടിരിക്കണം. പൊടികളൊക്കെ മൂത്ത് വരുമ്പോ നമ്മൾ സുർക്ക ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം. അതിങ്ങനെ കിടന്ന് തിളച്ച് ആ എണ്ണ തെളിഞ്ഞു വരണ വരെ അതിന് തിളച്ചുകൊണ്ടിരുന്നോട്ടെ. എന്തൊരു രസാലെ തിളക്കണത് കാണാൻ. പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടേ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു സീക്രട്ട് കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഈ ഇരുന്നത്. ഇച്ചിരി പഞ്ചസാര. അയ്യേ, അച്ചാറിൽ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുവോ? എന്നാവില്ലേ നിങ്ങൾ ചിന്തിക്കണത്? അതൊരു സീക്രട്ട് ആണെന്നേ. ഈ പായസം വെക്കുമ്പോഴേ മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കണില്ലേ? അതുപോലെ തന്നെ പുളിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി മധുരം ആവാന്നേ. അപ്പൊ മസാലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ അച്ചാർ ഇങ്ങനെ കാണുമ്പോഴേ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? ഇതോടെ അടിപൊളിയാവുന്ന തോന്നുന്നുണ്ട് അല്ലേ? കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ മസാല വെച്ച് ബീഫ് മാത്രല്ല മീനും വെളുത്തുള്ളിയും ഒക്കെ അച്ചാറിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് പൊരിച്ച് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ആ ബീഫൊക്കെ മസാലയിൽ ഇങ്ങനെ കിടന്ന് ഒന്ന് സെറ്റ് ആവാണ്ട് ഉപ്പും പുളിയൊക്കെ കുറവുണ്ട്, അതോടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇത് മാത്രം ഇങ്ങനെ കോരി കഴിക്കാനേ ഒരു പ്രത്യേക ടേസ്റ്റാ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെയൊക്കെ അഭിപ്രായം കമന്റായി അറിയിക്കുകയും വേണം. അപ്പൊ പിന്നെ പുതിയൊരു റെസിപ്പി ഒക്കെ ആയിട്ടേ ഇൻഷാ അല്ലാ നാളെ കാണണ്ട്. പോലെ നിങ്ങൾ ആദ്യമായിട്ടില്ല എന്റെ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളൊരാളായിട്ടേ ഇനി ഞാൻ എന്നും ഉണ്ടാവും പുതിയ റെസിപ്പികളൊക്കെ ആയിട്ട്. ഇൻഷാ അല്ലാ നാളെയും എന്നും വരണ്ട കേട്ടോ.